ഹായ് ഫ്രണ്ട്സ്, ജോയ് ഓഫ് ലെയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലൈജു സ്റ്റീഫൻ ചിറൈ. നമുക്കിന്ന് സാരിയിൽ നിന്നൊരു ഹെയർ ബ്രഷ് തയ്യാറാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാരിയുടെ ഉൾഭാഗത്ത് നിന്ന് നീളത്തിൽ വെട്ടിയെടുത്ത ഒരു പീസാണ്. ഡാർക്ക് പർപ്പിൾ കളറിലെ വിചിത്ര സിൽക്ക് സാരിയുടെ തുണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെയർ ബ്രഷ് ഉണ്ടാക്കുമ്പോൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം, അതിന് സാരമില്ല. ഞാനിവിടെ വിചിത്ര സിൽക്ക് സാരി എടുത്തിട്ടുള്ളതേ ഉള്ളൂ. ഓരോ പീസും ഇതുപോലെ സ്ക്വയറായിട്ട് മടക്കി എടുക്കുക. എല്ലാം ഒരേ അളവിലായിരിക്കണം മടക്കുന്നത്. എന്നിട്ട് അതിനെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയ പീസസും ബാക്കി സാധനങ്ങളായ കമ്പി, പോളൻ ഗ്രെയിൻസ്, സൂചി, നൂല് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ പൂ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കിട്ടിയ ഈ സ്ക്വയർ പീസിനെ ത്രികോണ ആകൃതിയിൽ ഫോൾഡ് ചെയ്യണം. വീണ്ടും ഒരിക്കൽ കൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം സൂചി ഉപയോഗിച്ച് നൂലിൽ കോർത്തെടുക്കുക. അങ്ങനെ 4 പീസസ് ആണ് ഇവിടെ കോർത്തെടുക്കേണ്ടത്. ഈ 4 പെറ്റൽസ് ആണ് ഹെയർ ബ്രഷിലേക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത്. നൂലിൽ കോർത്തെടുത്ത ഈ 4 പെറ്റൽസും നമ്മൾ ഒരുമിച്ച് ചേർത്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു ഫ്ലവറായിട്ട് ഇത് മാറുകയുള്ളൂ. നന്നായിട്ട് ടൈറ്റായിട്ട് വേണം കെട്ടാൻ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്ലവർ ശരിയായ രീതിയിൽ കിട്ടും. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ പോളൻ ഗ്രെയിൻസിലുള്ള ആ പച്ച ലീഫിനെ മാറ്റിയതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ നടുക്ക് അതിനെ സെറ്റ് ചെയ്യണം. അതിൻ്റെ ബാക്കിൽ ആ പച്ച കളറിലുള്ള ലീഫും കൂടെ സെറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കണം. നമ്മൾ കോർത്തെടുത്ത നൂല് കൊണ്ട് ആ ഫ്ലവർ നന്നായിട്ട് കെട്ടിക്കൊടുക്കേണ്ടതാണ്. ഹെയർ ബ്രഷ് തയ്യാറാക്കുമ്പോൾ ഈ പെറ്റൽസ് ഒന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടി നൂല് കൊണ്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഹെയർ ബ്രഷ് തയ്യാറാക്കുമ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കുക. പോളൻ ഗ്രെയിൻസിൻ്റെ കമ്പിയിൽ ഓൾറെഡി പച്ച ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സൂചിയും നൂലും കൊണ്ട് കെട്ടി ഉറപ്പിച്ചാൽ മാത്രം മതി. ഫെവിക്കോൾ കൊണ്ട് ആ പച്ച കളറിലുള്ള ലീഫിനെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള നൂല്, തുണിയുടെ നൂലോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിക്കളയണം. അതിന് ശേഷം നല്ലൊരു ഫ്ലവർ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാരി പീസിൽ നിന്ന് 6 ഫ്ലവേഴ്സ് കിട്ടും. അതിനുശേഷം നമുക്ക് ഹെയർ ബ്രഷിനുള്ള കമ്പി സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു സാറ്റിൻ റിബൺ കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വലിയ ലീഫിന് പകരമാണിത്. കാരണം അത് ചെറുതായ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഫ്ലവറിൻ്റെ കൂടെ തന്നെ ആ സാറ്റിൻ റിബണും വെച്ച് ഒന്നുകൂടെ ചേർത്ത് കെട്ടുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ പൂക്കളും എടുത്ത് ഇതുപോലെ പച്ച കളറിലുള്ള സാറ്റിൻ റിബണും കൂടെ എടുത്ത് നൂല് കൊണ്ട് ചുറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ബാക്കി വരുന്ന നൂലുകളെല്ലാം നമ്മൾ വെട്ടിക്കൊടുക്കുകയും ചെയ്യണം. അതിൽ വയ്ക്കാൻ പാടില്ല. കാരണം അത് പിന്നെ വൃത്തികേടാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ അഭംഗി തോന്നും. അപ്പോൾ ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും എടുത്ത് നമ്മുടെ ഹെയർ ബ്രഷിന് ആവശ്യമുള്ള സെറ്റ് ചെയ്ത് വെക്കുന്ന കമ്പിയിൽ പച്ച ടേപ്പ് ചുറ്റി കൊടുക്കണം. അതിനുശേഷം വേണം ഈ ഫ്ലവർ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഫ്ലവർ വെച്ച് ഈ കമ്പിയിലൊന്ന് പിരിച്ചു കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ച് കെട്ടി കൊടുക്കുക. വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അടുത്ത ഫ്ലവറും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഒന്നിന് താഴെ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് സെറ്റ് ചെയ്ത് നമുക്ക് ഈ 6 ഫ്ലവേഴ്സും വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ഹെയർ ബ്രഷ് തയ്യാറാക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് ഒരു ഫ്ലവറിന് വേണ്ടി കടകളിൽ പോയി വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ വേസ്റ്റ് വരുന്ന പീസ് വരെ ഇതുപോലെ ഉപയോഗിച്ച് നമുക്കൊരു ഹെയർ ബ്രഷ് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് നോക്കാം. എൻ്റെ ഈ ഹെയർ ബ്രഷിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.